പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഇന്ന് ന്യൂസ് പേപ്പർ തുറന്നപ്പോൾ കണ്ട ഒരു ടോപ്പിക്കാണ്. കേരളത്തിലെ 80% പച്ചക്കറികളും അന്യസംസ്ഥാനങ്ങളിൽ നിന്നും. നമ്മൾ പലതരം റീലുകളും വീഡിയോകളും കാണുന്നുണ്ടല്ലോ. വിഷമടിച്ച് പഴുപ്പിക്കുന്ന പഴങ്ങളും വിഷമടിച്ച് എടുക്കുന്ന പച്ചക്കറികളും. ഈ വിഷമല്ലേ നമ്മൾ കഴിക്കുന്നത്? എന്നാൽ കൃഷി ചെയ്യാൻ തുടങ്ങിയാലോ, നമ്മളുടെ കൃഷിയിടങ്ങൾ അധികാരികളുടെ അനാസ്ഥയും മൂലം വെള്ളം കയറിപ്പോവുകയും നഷ്ടപ്പെടുകയും ചെയ്യുന്നു. എന്തു പറയാം, തന്നാൽ കരയേറേണ്ടവരെത്ര പേരു താഴത്ത് പാഴ്ചേറിൽ അമർന്നിരിക്കെ താനൊറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും തപോനിധിക്ക് എന്തൊരു ചാരിതാർത്ഥ്യം എന്ന ആപ്തവാക്യത്തോടെ മുന്നോട്ട് പോകുമ്പോൾ, ക്ഷീരമുള്ളോരകടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് ഉത്തരം തന്നുകൊണ്ട് പലരും മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ച് കോഴി വളർത്തി ഈ നാട്ടിൽ നല്ല മുട്ട കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ പക്ഷിപ്പനി എന്ന വില്ലൻ വന്ന് എൻ്റെ എല്ലാ കോഴികളെയും കൊണ്ടുപോയി. പച്ചക്കറി നടാമെന്ന് വെച്ചപ്പോഴോ നോക്കൂ, പാടത്ത് വെള്ളമാണ്. ഈ വെള്ളം എങ്ങനെ വേണേലും കരയിലേക്ക് എത്താം. എൻ്റെ കുളക്കരയിലുള്ള പച്ചക്കറിയും സാധനങ്ങളും എല്ലാം നശിച്ചു പോയി കഴിഞ്ഞു. നമ്മൾ ആരോട് പരാതി പറയും? എല്ലാവരും കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുന്ന ആളുകളാണ്. മത്സ്യകൃഷി ചെയ്താലോ, കുളത്തിൽ വെള്ളം കയറി അത് നഷ്ടമാകും. എന്നാൽ ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ ആരെങ്കിലും ഒരു അതോറിറ്റി ഉണ്ടോ? അതില്ല. ഞാനിതൊക്കെ പറഞ്ഞാലോ, ഞാൻ കുറ്റക്കാരി. ഈ സമൂഹത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ തുനിഞ്ഞാലും നമുക്ക് കഷ്ടപ്പാടല്ലാതെ എന്ത് സഹായമാണ് കിട്ടുന്നത്? എൻ്റെ കോഴിക്കൃഷി പോലെ ഒഴിഞ്ഞ കൂടുകളും കരിഞ്ഞ ചെടികളും മിച്ചമാക്കി ജീവിക്കാം. അത് മതിയോ? നമ്മളെല്ലാവരും ഒന്ന് ഉറക്കെ ശ്രമിച്ചാൽ നമ്മളുടെ ഈ കഷ്ടപ്പാടുകളെല്ലാം മാറ്റാവുന്നതല്ലേ? എവിടെ കൂട്ടായ്മ? എവിടെ സഹകരണം? ചെയ്യുന്നവരെ കളിയാക്കുക, ചെയ്യുന്നവരെ കുറ്റം പറയുക. വലിയ കൂലികളും വലിയ കാര്യങ്ങളും അതിൽ മുങ്ങി നഷ്ടമാകുന്ന കുറേ ജീവിതവും. അത് മതിയോ നമുക്ക്? എല്ലാവരും ചിന്തിക്കുക, എല്ലാവരും സഹകരിക്കുക, എല്ലാവരും ഒത്തൊരുമയോട് മുന്നോട്ട് പോയാൽ നമ്മളെ ഒറ്റപ്പെടുത്തുന്ന ഈ സമൂഹത്തിൽ നമുക്ക് മുന്നേറാൻ പറ്റും. പല രാജ്യങ്ങളും നമ്മളെ ഒറ്റപ്പെടുത്തുന്നതായി ഞാൻ ന്യൂസ് പേപ്പറിൽ കണ്ടു. നമ്മളൊക്കെ അതിനു മുമ്പിൽ തോറ്റു കൊടുക്കണം? ഒന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാവരും ഒന്നായി ഒരുപോലെ ഒന്നിച്ച് പ്രവൃത്തി ചെയ്താൽ നമുക്ക് എല്ലാവർക്കും ഈ ലോകത്തിൻ്റെ നെറുകയിലെത്താൻ സാധിക്കും. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു എവരിവൺ. താങ്ക് യു ഫോർ വാച്ചിങ്.